നമുക്ക് റോൾസ് റോയ്സ് വരെ 2018 മുതൽ 18 വരെ യൂസ് ചെയ്തിരുന്നത് സിട്രോണിന്റെ സസ്പെൻഷൻ ആയിരുന്നു. BYDന്റെ അതായത് BYD പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിന്റെ സെയിം ബാറ്ററി പാക്കേജ് ആണ് നമ്മൾ ഇതിലും വരുന്നത്. ഇതിൽ തന്നെ രണ്ടും വരുന്നുണ്ട്, 5 സീറ്ററും 7 സീറ്ററും. 5 സീറ്ററും 7 സീറ്ററും വരുന്നുണ്ട്. നമ്മളൊരു സ്വിഫ്റ്റ് ആ കാറ്റഗറിയിൽ ഒരു വെഹിക്കിൾ നോക്കുന്ന സ്വിഫ്റ്റ് ZX ഒക്കെ നോക്കുന്ന ഒരു കസ്റ്റമർക്ക് തീർച്ചയായും ബെറ്റർ ആണ് ഈ വെഹിക്കിൾ. കാരണം ടർബോ എഞ്ചിനും കിട്ടി, ആ ഒരു വെഹിക്കിളിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സിട്രോൺ എന്ന് പറഞ്ഞാൽ വേൾഡിൽ നമ്പർ 2 പൊസിഷനിൽ നിൽക്കുന്ന സ്റ്റെല്ലാൻഡിസിന്റെ കീഴിൽ വരുന്ന ഒരു ബ്രാൻഡാണ്. നമ്മള് ശരിയായ കുഴിയിലേക്ക് ഇറങ്ങാൻ പോവാണ്. നമ്മളെ കട്ടറോട് ഒരു പ്രാവശ്യം ഓടിച്ചിരുന്നു. യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ സെല് ചെയ്യുന്ന ബ്രാൻഡ്സിൽ ഒന്നാണ് സിട്രോൺ. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഫ്രാൻസിൽ ഗവൺമെന്റ് ഒഫീഷ്യൽസ് വരെ യൂസ് ചെയ്യുന്ന വെഹിക്കിളാണ് സിട്രോൺ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു ന്യൂ കാറിനെ പരിചയപ്പെടുത്താൻ വേണ്ടി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലിപ്പോൾ ഏകദേശം 2 വർഷത്തോളമായി ഈ ഒരു ബ്രാൻഡ് നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങിയിട്ട്. സിട്രോൺ ആണ് ബ്രാൻഡ് വരുന്നത്. പലരും ചൈനീസ് കാറാണെന്നൊക്കെ പേടിച്ചിട്ട് എടുക്കാൻ പഠിക്കുന്ന ഒരു ബ്രാൻഡാണ് സിട്രോൺ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ബ്രാൻഡിനെ പറ്റി കൂടുതൽ അറിയാത്തത് കൊണ്ട് തന്നെ പലർക്കും ഈ കമ്പനി എത്ര നാൾ ഇവിടെ നിലനിൽക്കും, പെട്ടെന്ന് തന്നെ നിർത്തിപ്പോവോ, അങ്ങനത്തെ പല പേടികളും പലർക്കും ഉണ്ട്. അപ്പോൾ ഈ ബ്രാൻഡിനെ പറ്റി നമുക്ക് വിശദമായിട്ടൊന്ന് പഠിക്കാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ടാറ്റ പഞ്ച് അല്ലെങ്കിൽ കിയ കാരൻസ്, സെൽറ്റോസ് അങ്ങനത്തെ വണ്ടികളൊക്കെ എടുക്കുന്നവരുണ്ടെങ്കിൽ ഈ ബ്രാൻഡ് കൂടെ നിങ്ങൾക്കൊന്ന് വന്നിട്ട് നോക്കിയിട്ട് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ എടുത്തിട്ട് ചെയ്യാവുന്നതാണ്. കാരണം ഓരോന്നിൻ്റെ വിലയും കാര്യമൊക്കെ എങ്ങനെ ഡീറ്റെയിൽ നമുക്കൊന്ന് കണ്ടുനോക്കാം. അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്, ഒരുപാട് ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട്. നല്ല ഡിസ്കൗണ്ടിൽ വാഹനങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാവും. അതിൻ്റെ ഡീറ്റെയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു ഷോറൂം ഇപ്പോൾ വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കോഴിക്കോട് ജില്ലയിൽ പാവങ്ങാടിന് അടുത്തായിട്ടാണ് ഈ ഒരു ഷോറൂമിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ. പുതിയങ്ങാടിയാണ് വരുന്നത്. കേരളത്തിലാകെ 3 ഷോറൂംസ് ഇവർക്കുള്ളൂ. അത് കോഴിക്കോടൊന്ന്, എറണാകുളത്തുനിന്ന്, തിരുവനന്തപുരത്തുനിന്ന് 3 സ്ഥലത്ത് ഇപ്പോൾ നിലവിൽ ഷോറൂമുകളുള്ളൂ. അപ്പോൾ ബാക്കി ഇവിടുത്തെ ഡീറ്റെയിൽ ഒക്കെ നമുക്ക് ചോദിച്ചറിയാം. സ്വാഗതം. നമസ്കാരം. എന്താ പേര്? അവിനാഷ്. നമസ്കാരം. ഓക്കെ, അപ്പോൾ സിട്രോണിനെ പറ്റി കൂടുതൽ ആളുകളും ചൈനീസ് ബ്രാൻഡിനെ തെറ്റിദ്ധരിച്ച് പോയൊരു ബ്രാൻഡാണ് സിട്രോൺ. ഏതാ ബ്രാൻഡ് കറക്റ്റ് വരുന്ന എവിടെ ഓറിജിൻ? ശരിക്കും നമുക്കൊരു യൂറോപ്യൻ ബ്രാൻഡാണ് സിട്രോൺ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊരു 1919 ഫ്രഞ്ചിൽ സ്റ്റാർട്ട് ചെയ്തൊരു ബ്രാഞ്ചാണ് സിട്രോൺ എന്ന് പറയുന്നത്, ഫ്രാൻസിൽ. ഓക്കെ, നമുക്ക് ഇന്ത്യയിൽ എത്തിയിട്ട് നമുക്കൊരു 2018 C5 എന്ന് പറഞ്ഞ പ്രീമിയം വെഹിക്കിളുമായിട്ടാണ് സിട്രോൺ 18 മുതൽ ഇന്ത്യയിലുണ്ട്. പക്ഷേ നമുക്ക് ഒരു ഹാച്ച് ബാക്ക് എന്ന് പറഞ്ഞ ഒരു സ്റ്റാർട്ടിങ് C3 എന്നൊരു വെഹിക്കിൾ കൊണ്ട് നമുക്ക് 2022 സിട്രോൺ ലോഞ്ച് ചെയ്ത് ഷോറൂം സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് കോഴിക്കോട് ആദ്യം ഒരു ഷോറൂം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ C3 എന്ന് പറഞ്ഞ വെഹിക്കിളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ C3 എന്ന് പറയുന്നത് നമ്മളൊരു കിയ സോണറ്റിന്റെ ഒക്കെ ഒരു കാറ്റഗറി അല്ല. C3 എന്ന് പറയുമ്പോൾ നമുക്ക് റെനോ കൈഗർ, നിസാൻ മാഗ്നൈറ്റ്, ടാറ്റ പഞ്ച് അതൊക്കെ കോമ്പിനേഷൻ ചെയ്യാൻ പറ്റിയൊരു വെഹിക്കിളാണ്. നമുക്കൊരു എന്താ പറയുക, ഒരു ഹാച്ച് ബാക്ക് ആണ്, ഒരു മിനി SUV സെഗ്മെന്റിൽ വരുന്ന ഒരു വെഹിക്കിളാണ്. ഓക്കെ, അപ്പോൾ ഫ്രാൻസ് ബ്രാൻഡാണ് നിങ്ങൾ പേടിക്കേണ്ട. പിന്നെ ഇതിനെ പറ്റിയുള്ള മൊത്തത്തിലുള്ളൊരു ധാരണ, ഇങ്ങനത്തെ ഒരു ബ്രാൻഡ് വന്ന് ഇത് പെട്ടെന്ന് നിർത്തിപ്പോകുമോ എന്നുള്ളൊരു പേടി പലർക്കുണ്ട്. അത് കൂടുതൽ കസ്റ്റമേഴ്സിൻ്റെയും പേടിയാണ്. കാരണം ഒരു പുതിയ ബ്രാൻഡ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർഡ് പോയ പോലെ ഫ്രഞ്ച് സിട്രോണും പോകുമോ എന്നുള്ളൊരു പേടിയുണ്ട്. പക്ഷേ സിട്രോൺ ഇന്ത്യയിൽ വന്നത് തന്നെ ഒരു 3 പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. കാരണം ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്തിട്ടാണ് അതർ കൺട്രീസിലേക്ക് വെഹിക്കിൾ എക്സ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഫുള്ളി മാനുഫാക്ചർഡ് ഇൻ ഇന്ത്യയാണ് വെഹിക്കിൾ വരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ ഒരു ഫ്രഞ്ച് ബ്രാൻഡാണ്, ഇതിന്റെ പാർട്സിന്റെ വില കൂടുതലായിരിക്കും, മെയിൻ്റെനൻസ് കൂടുതലായിരിക്കും എന്നുള്ള പേടി കാര്യങ്ങളുണ്ട്. അതെ, നമുക്ക് ഫുള്ളി മാനുഫാക്ചർ ഇൻ ഇന്ത്യ. പാർട്സിന്റെ റേറ്റ് കാര്യങ്ങളെല്ലാം ചീപ്പാണ്, നമുക്ക് അവൈലബിലിറ്റി എല്ലാം. നമുക്ക് 3 പ്ലാന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പാർട്സ് കിട്ടൂല എന്നുള്ളൊരു പേടിയേ വേണ്ട. ഇവിടുന്ന് പുറത്തേക്ക് എക്സ്പോർട്ടിംഗ് ഉണ്ടോ? എക്സ്പോർട്ടിംഗ് ഉണ്ട്. നമ്മളിപ്പോൾ മലേഷ്യ, അതുപോലെ തന്നെ ശ്രീലങ്ക, ഓസ്ട്രേലിയ അങ്ങനത്തെ കൺട്രീസിലേക്കൊക്കെ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ടിംഗ് ഉണ്ട്. മാനുഫാക്ചർ ചെയ്ത് എക്സ്പോർട്ടിംഗ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ബേസിക്കലി ഇതാണ് സിട്രോണിനെ പറ്റി പറയാനുള്ളത് അല്ലേ? ബാക്കി നിങ്ങളുടെ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നടക്കണ്ടല്ലോ. ഓക്കെ, എത്ര വരെ ഡിസ്കൗണ്ട് ഉണ്ട്? നമുക്കിപ്പോൾ C3 എയർക്രോസ് ആകുമ്പോൾ ഒരു 1.5 ലാഖിൻ്റെ അടുത്ത് വരെ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. C3 ആകുമ്പോൾ ഒരു 1 ലാഖിൻ്റെ അടുത്ത് വരെ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. ഓക്കെ, ബാക്കി ഡീറ്റെയിൽ നമുക്ക് കണ്ടു നോക്കാം. ഓരോ വണ്ടികളെ എങ്ങനെയാണെന്ന് പരിചയപ്പെടാം, മൈലേജും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു നോക്കാം. എന്നിട്ട് നിങ്ങൾ വേറെ വണ്ടി എടുക്കാൻ പോകുമ്പോൾ അതേ കാറ്റഗറിയിലൊന്ന് വന്ന് ടെസ്റ്റ് ഡ്രൈവ് കൺസിഡർ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്തിട്ട് നോക്കാം. കാരണം വേറെ ഒരു വണ്ടികൾ വെച്ചോക്കുമ്പോൾ ഓവർ ഫ്യൂച്ചേർഡ് അല്ല C3 എന്ന് പറയുന്നത്. പക്ഷേ യാത്ര കംഫർട്ട്, ഡ്രൈവിംഗ് കംഫർട്ട് അത് മെയിനായിട്ട് നോക്കുന്ന ഒരു കസ്റ്റമേഴ്സ് ആണെങ്കിൽ എത്രയും ബെറ്റർ വെഹിക്കിളാണ്. മെയിനായിട്ട് സസ്പെൻഷൻ, സിട്രോൺ എന്ന് പറഞ്ഞാൽ വേൾഡിൽ നമ്പർ 1 സസ്പെൻഷൻ മാനുഫാക്ചേഴ്സ് ആണ്. ഓക്കെ, നമുക്ക് റോൾസ് റോയ്സ് വരെ 2018 മുതൽ 18 വരെ യൂസ് ചെയ്തിരുന്നത് സിട്രോണിന്റെ സസ്പെൻഷൻ ആയിരുന്നു. ഓക്കെ, സിട്രോൺ എന്ന് പറഞ്ഞാൽ വേൾഡിൽ നമ്പർ 1 സസ്പെൻഷൻ മാനുഫാക്ചേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ബാക്കി ഡീറ്റെയിൽ എന്തായാലും കണ്ടു നോക്കാം. ഓക്കെ, താങ്ക് യു. ആദ്യ വാഹനം നമുക്ക് സിട്രോൺ C3. നമ്മൾ കോമൺ ആയിട്ട് കണ്ടിട്ടുള്ളത് C3 ആണ്. എല്ലായിടങ്ങളിലും കോമൺ ആയിട്ട് C3 ആണ് കൂടുതലും കാണാറുള്ളത്. ആദ്യമായിട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത വാഹനം ആദ്യമായിട്ട് ഇന്ത്യയിൽ സിട്രോൺ വന്നത് C5 കൊണ്ടാണ്. C5 അത് കുറച്ച് ഹെവി കാറ്റഗറിയാണ്. അതൊരു 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ വരുന്ന വെഹിക്കിൾ ആയിരുന്നു. നമ്മുടെ ജീപ്പ് കോമ്പസ്, അതുപോലെ തന്നെ നമ്മുടെ ബെൻസ് GLA, അതുപോലെ തന്നെ BMW X1 അതൊക്കെ ആയിരുന്നു ഒരു കോമ്പിനേഷൻ എന്ന് പറയാൻ
എത്ര പ്രൈസ് റേഞ്ച് വരുന്നത്? അതൊരു 48 lakhs പ്രൈസ് വരുന്ന വെഹിക്കിൾ. അപ്പോൾ അതിൻ്റെ റേഞ്ചായി. ഞാൻ MG ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് ഒന്നാമത് പറയുകയാണെങ്കിൽ പക്കാ കാർപ്പറ്റ് ഫീലിംഗ് സസ്പെൻഷനിൽ വരുന്ന ഒരു വെഹിക്കിൾ ആയിരുന്നു. ഓക്കെ ഓക്കെ. നമുക്ക് ബാക്ക് 5 സീറ്റർ എന്ന് തന്നെ പറയാം. ബാക്കിൽ ഇൻഡിവിജ്വലി 3 സീറ്റ് തന്നെയാണ്. നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ എല്ലാം സാധിക്കുന്ന 3 സീറ്റ് തന്നെയായിരുന്നു C5 വന്നിരുന്നത്. ഓക്കെ, C5 ആണ് ആദ്യം ലോഞ്ച് ആയത്. അപ്പോൾ നമ്മൾ C3യിൽ നമുക്ക് തുടങ്ങാം. പിന്നെ നമ്മൾ മാസ് പ്രൊഡക്ഷനിൽ വന്നതായിരുന്നു C3. അത് ഇന്ത്യൻ മാനുഫാക്ചറിംഗിൽ വന്ന വെഹിക്കിളാണ് C3 എന്ന് പറയുന്നത്. വന്ന വെഹിക്കിൾ അതിൽ തന്നെ ഓരോ വാഹനത്തിനും ഓരോ ഐഡന്റിറ്റി കളർ ഉണ്ടാവും. ഫസ്റ്റ് ഇവരൊരു മെയിൻ കളറാണ് ഓറഞ്ച് എന്ന് പറയുന്നത്. അതിൽ നമുക്കിപ്പോൾ C3യിൽ തന്നെ നമുക്ക് 2 എഞ്ചിൻസ് വന്നിരുന്നു. ഒന്ന് നാച്ചുറൽ ആസ്പിറേറ്റ് എഞ്ചിനും ഒന്ന് ടെർബോ എഞ്ചിനും. ഓക്കെ, ഈ കാണുന്നത് നമുക്ക് ടെർബോ എഞ്ചിനാണ്. ടർബോ ആണല്ലോ. ടെർബോ എന്ന് പറയുമ്പോൾ 110 PS പവർ 190 Nm ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പെർഫോമൻസ് എഞ്ചിൻ തന്നെയാണ്. ഓക്കെ, C3 ടെർബോയിൽ വന്നിരിക്കുന്നത്. വേറെ എഞ്ചിൻ എന്താ പറയുക? നാച്ചുറൽ ആസ്പിറേറ്റ് എഞ്ചിൻ എന്ന് പറയുമ്പോൾ ഒരു 82 PS പവറും അതുപോലെ തന്നെ 115 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന എഞ്ചിൻ. 115. ഓക്കെ, ടോർക്ക്. ഓക്കെ, രണ്ടും 1 ലിറ്റർ ആണോ അതോ? രണ്ടും 1.2 ലിറ്റർ എഞ്ചിൻ തന്നെയാണ്. 3 സിലിണ്ടർ 1 ലിറ്ററിൽ വരുന്ന വാഹനം ഒന്നുമില്ല. 1 ലിറ്റർ വരുന്ന ഒന്നുമില്ല. ഓക്കെ ഓക്കെ, 1.2 ലിറ്റർ തന്നെയാണ്. പറയുള്ളൂ എങ്ങനെ ബാക്കി ഇതിന്റെ സ്പെക്ക് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ പോളോ GT TSIയുടെ സെയിം പവറിൽ വരുന്ന എഞ്ചിനാണ്. പക്ഷേ GT TSI ആയിട്ട് നോക്കുമ്പോൾ അതിന് 175 ആണ് ടോർക്ക് വരുന്നത്. ഇതിന് 190 Nm ടോർക്ക് വരുന്നുണ്ട്. ടോർക്ക് കുറച്ചും കൂടി കൂടുതലാണ്. മെയിനായിട്ട് അഡ്വാൻസ് ഫീച്ചേഴ്സ് എന്ന് പറയാനാണെങ്കിൽ സസ്പെൻഷൻ തന്നെയാണ് പറയുന്നത്. കാർപ്പറ്റ് ഫീലിംഗ് സസ്പെൻഷൻ്റെ ആ ഒരു സെയിം ടച്ച് വരുന്ന സസ്പെൻഷൻ തന്നെയാണ്. നമുക്ക് ലോങ് ഡ്രൈവ് പോകുമ്പോഴൊന്നും ഒരു യാത്രാസുഖത്തിൽ ബെറ്ററാണ്. കാരണം ക്ഷീണോ കാര്യങ്ങളൊന്നും വരില്ല, ലെഗ് പെയിൻ വരില്ല, നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റാണ് വരുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് ഓടിച്ച് നോക്കാം. ഏതെങ്കിലും ഒരു മോഡൽ നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. നല്ല സ്മൂത്ത് സ്റ്റിയറിംഗ് ആണ്. അതുപോലെ തന്നെ നമുക്കൊരു 10 ഇഞ്ചിന്റെ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം വരുന്നുണ്ട്. അതിൽ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം വയർലെസ് ആണ് വരുന്നത്. ഐഡിയൽ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് സിസ്റ്റം വരുന്നുണ്ട്. ടയർ പ്രഷർ മോണിറ്റർ വരുന്നുണ്ട്. അത്യാവശ്യം വേണ്ട സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം വെഹിക്കിളിൽ വരുന്നുണ്ട്. ഒരു യൂറോപ്യൻ സ്റ്റാൻഡേർഡിൽ തന്നെയാണ് ഈ വെഹിക്കിൾ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ള ഷീറ്റ് മെറ്റൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് നല്ല വെയിറ്റ് ഉണ്ട്. 1200 കിലോയുടെ അടുത്ത് വണ്ടിക്ക് വെയിറ്റ് വരുന്നത്. ഈ വണ്ടിക്ക് വെയിറ്റ്. നല്ല വെയിറ്റ് ആണത്. നമ്മളിപ്പോൾ ടിയാഗോന് തന്നെ 1000 ആ റേഞ്ചൊക്കെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ എന്ന് പറയുന്നത് നമ്മൾ ലോങ് ഡ്രൈവ് തന്നെ ടർബോ ആയതുകൊണ്ട് ഒരു 20 എബോ മൈലേജ് കിട്ടുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. സിറ്റി ഡ്രൈവിലാകുമ്പോൾ ഒരു 70 ആ റേഞ്ചിൽ മൈലേജ് ടർബോ വെഹിക്കിളിനും കിട്ടുന്നുണ്ട്. 70 കിട്ടും. 17-16 അടുത്ത് മൈലേജ് കിട്ടുന്നത്. നമ്മളെ ഡ്രൈവ് ഡിപ്പെൻഡ് ആണ് ഏത് വെഹിക്കിളിനും മൈലേജ് എന്ന് പറയുന്നത്. അതെ, അത് അത്രേ ഉള്ളൂ. ഡ്രൈവ് ഡിപ്പെൻഡ് ആണ്. പ്രൈസ് റേഞ്ച് പറയുള്ളൂ ഇതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 2 വേരിയന്റിലാണ്. ഡുവൽ ടോണിൽ മാത്രമേ ടർബോ അവൈലബിൾ ആയിട്ടുള്ളൂ. നമുക്കൊരു 10-21 ആ റേഞ്ചിൽ ഇതിന്റെ മിഡിൽ ഓപ്ഷനും ഓൺ റോഡ് പ്രൈസ് ആണ്. ഒരു 10-94 നമുക്ക് ഇതിന്റെ ഫുൾ ഓപ്ഷനും അവൈലബിൾ ആണ്. ഈ മാസം നമുക്ക് ടർബോ വെഹിക്കിൾ ഒരു 1,30,000 അടുത്ത് വരെ നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ട് അവൈലബിൾ ആണ്. ഓക്കെ, 1,30,000 വരെ ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട്. അപ്പം മിസ്സാക്കണ്ട, പെട്ടെന്ന് തന്നെ വരാം. കാരണം നമ്മളൊരു സ്വിഫ്റ്റ് ആ കാറ്റഗറിയിൽ ഒരു വെഹിക്കിൾ നോക്കുന്നത്, സ്വിഫ്റ്റ് ZXi ഒക്കെ നോക്കുന്ന ഒരു കസ്റ്റമർക്ക് തീർച്ചയായും ബെറ്റർ ആണ് ഈ വെഹിക്കിൾ. കാരണം ടർബോ എഞ്ചിനും കിട്ടി. ആ ഒരു വെഹിക്കിളിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടിപൊളി. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് നമുക്ക് അടുത്ത മോഡൽ പരിചയപ്പെടാം. C3യുടെ എയർ ക്രോസ് SUV അല്ലേ? ഇതിപ്പോൾ ലേറ്റസ്റ്റ് ലോഞ്ച് ആയതാണ്. ഇതിന്റെ ഓട്ടോമാറ്റിക് നമുക്ക് ലേറ്റസ്റ്റ് ലോഞ്ച് ആയതാണ്. ഓട്ടോമാറ്റിക് ആണ് ഇത് ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, ഇത് ഓട്ടോമാറ്റിക്കലി 80 ടോർക്ക് കൺവെർട്ടർ ആണ് വരുന്നത്. ഗിയർ ബോക്സ്. ഓക്കെ, ഏറ്റവും ലേറ്റസ്റ്റ് ലോഞ്ച് ആയ വാഹനമാണ്. ഡ്യുവൽ ടോൺ ഈ ഒരു കളറിൽ മാത്രമേ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ? അല്ല, നമുക്കിപ്പോൾ 4 കളേഴ്സിൽ വെഹിക്കിൾ അവൈലബിൾ ആണ്. വൈറ്റ്, ബ്ലൂ, പ്ലാറ്റിനം ഗ്രേ, സ്റ്റീൽ ഗ്രേ. ഇതിൽ തന്നെ നമുക്കൊരു 6 ടൈപ്പ് ഓഫ് ഡിഫറൻസിൽ ഡുവൽ ടോൺസ് അവൈലബിൾ ആണ്. ഇപ്പോൾ വൈറ്റിൽ ഗ്രേ വരുമ്പോൾ ബ്ലൂവിൽ നമുക്ക് മുകളിൽ വൈറ്റ് വരും. സ്റ്റീൽ ഗ്രേൻ്റെ മുകളിൽ റൂഫ് വരുന്നതുണ്ട്. അതുപോലെ തന്നെ സ്റ്റീൽ ഗ്രേൻ്റെ മുകളിൽ വൈറ്റ് വരുന്നത് നമ്മൾ കസ്റ്റമേഴ്സിന് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് എന്താ? ഇതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് അതൊരു 1.2 ടർബോ എഞ്ചിനിൽ വരുന്ന വെഹിക്കിളാണ്. ഓക്കെ, അത് 3 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. അതിൽ തന്നെ നമുക്കൊരു 110 PS പവറും 190 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന മാനുവൽ ഗിയർ ബോക്സിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 110 PS പവറിൽ 205 Nm ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓട്ടോമാറ്റിക് 80 ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കിലാണ് പവർ കൂടുതൽ. ഓട്ടോമാറ്റിക്കിൽ കുറച്ചുകൂടി ടോർക്ക് കൂടുതലായിരിക്കും. ടോർക്കാണ് കൂടുതൽ, പവർ സെയിം ആണ്. കാരണം 80 ടോർക്ക് കൺവെർട്ടർ ആണ് നമുക്ക് ഓട്ടോമാറ്റിക്കലി വരുന്ന ഗിയർ ബോക്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ എഞ്ചിൻ സൈഡ് 1.2 ലിറ്റർ ആണ്. വേറെ ഓപ്ഷൻ ഇല്ലല്ലോ, ഇത് തന്നെയല്ലേ ഉള്ളൂ? 1.2 ടർബോ മാത്രമേ ഓപ്ഷൻ വരുന്നത്. നമുക്ക് 5 സീറ്ററിലായാലും 7 സീറ്ററിലായാലും 1.2 ടർബോ ആണ് ഓപ്ഷൻ വരുന്നത്. എയർ ക്രോസിൽ ടർബോ എഞ്ചിൻസ് മാത്രമേ അവൈലബിൾ ആയിട്ട്. ഇതിൽ തന്നെ 2 വരുന്നുണ്ട്, 5 സീറ്ററും 7 സീറ്ററും. 5 സീറ്ററും 7 സീറ്ററും വരുന്നുണ്ട്. 7 സീറ്റർ എന്ന് പറഞ്ഞാൽ 5+2 ആണ്. നമ്മൾ എന്തായാലും ഒരു മൾട്ടിപർപ്പസ് വെഹിക്കിൾ കൂടിയാണ്. കാരണം നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ആ സീറ്റ് എടുത്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്ത് നമ്മൾ ഡ്രൈവറൊക്കെ പോലെ റിമൂവ് ചെയ്ത് പുറത്തെടുത്ത് വെക്കാം, യൂസ് ചെയ്യാം. അതെ അല്ലേ? ഓക്കെ, അപ്പോൾ ചെറിയ സീറ്റ്സ് ആണ്. കുട്ടികൾക്ക് ഇരിക്കാം. അവർക്ക് ഹാങ് ഔട്ട് ചെയ്യാൻ വേണ്ടി 2 USB പവർ ചാർജർ എല്ലാം ഉണ്ട്. അവിടെ ബാക്കിൽ സമീകരിച്ചിട്ടുണ്ട്. ഒരു കാരൻസിന്റെ വലുപ്പത്തിലേക്ക് എത്തുന്നില്ല അല്ലേ? കാരൻസിന്റെ വലുപ്പം ഇതിനൊരു 4331 mm അടുത്ത് ലെങ്ത് വരുന്നുണ്ട്. ഓക്കെ, അത്രയുണ്ട്. ഓക്കെ,
ബാക്കി ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ എന്താ? ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആണ്, മാക്സ് വേരിയന്റ് ആണ്. ഇതിൽ നമുക്ക് എന്ന് പറയുകയാണെങ്കിൽ 4 പവർ വിൻഡോ, 10-inch ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം വരുന്നുണ്ട്. അതിൽ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം വയർലെസ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഓട്ടോമാറ്റിക് വെഹിക്കിളിൽ നമുക്ക് സിട്രോണിന്റെ ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് വഴി നിങ്ങൾക്ക് വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്യാനും അതുപോലെ തന്നെ AC കാര്യങ്ങൾ, കൂളിംഗ് കാര്യങ്ങളൊക്കെ ആപ്പ് വഴി തന്നെ ചെയ്യാൻ സാധിക്കും. അതായത് നമ്മളിപ്പോൾ ഒരു വെയിലത്തൊക്കെ നിർത്തിയിട്ടാണെങ്കിൽ നമുക്കിപ്പോൾ ഓഫീസിലാണെങ്കിൽ നമുക്ക് AC കൂൾ ചെയ്യാം, ആപ്പ് വഴി തണുപ്പിച്ച് വെക്കാം അല്ലേ? ഓക്കെ, ഇത്രയും ഫീച്ചേഴ്സും വരുന്നുണ്ട്. സൺറൂഫ് ഒന്നും വരുന്നില്ല അല്ലേ? സൺറൂഫ് വരുന്നില്ല, കാരണം ഇത് 7 സീറ്റർ ആണ്. 7 സീറ്ററിന് AC ബ്ലോവർ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് സൺറൂഫ് വെക്കാൻ സാധിക്കുന്നതല്ല. ഓക്കെ, അപ്പോൾ ഈ മോഡൽ ഇപ്പോൾ 4 കളേഴ്സിൽ ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. എൻജിൻ സ്പെക്ക് സെയിം തന്നെയാണ്, മാറുന്നില്ല. 1.2 ലിറ്റർ ടർബോയിൽ തന്നെ വരുന്നുള്ളൂ. അതിൽ ഓട്ടോമാറ്റിക് മാനുവലും ഉണ്ട് ഈ ഒരു വാഹനത്തിൽ. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്തത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആകുമ്പോൾ നമുക്കൊരു 50 lakhs സ്റ്റാർട്ട് ചെയ്യുന്നത്. എത്ര? 50 lakh, 15 ലക്ഷത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ഓൺ റോഡ് വരുമ്പോൾ ഒരു 17 ലക്ഷത്തിൻ്റെ അടുത്ത് ഓൺ റോഡ് പ്രൈസ് വരും. ഫുൾ ഓപ്ഷനിലേക്ക് സ്റ്റാർട്ടിങ് ഫുൾ ഓപ്ഷൻ പ്രൈസ് ആണ്. സ്റ്റാർട്ടിങ് വരുമ്പോൾ ഒരു 15-15.5 ലക്ഷത്തിൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഓൺ റോഡ് പ്രൈസ് ആണ്. ഓൺ റോഡ് ഓക്കെ, 15-15.5 മുതൽ 17.5 വരെ ഈ ഒരു മോഡലിന് അവൈലബിൾ ആണ്. പ്രൈസ് റേഞ്ച് അവൈലബിൾ ആണ്. അതായത് ഓൺ റോഡ് പ്രൈസ് തന്നെയാണ് പറയുന്നത്, വേറെ ഒന്നുമല്ല. ഓക്കെ, ഇതിൽ ഓരോ വേരിയന്റിലും നമുക്കൊരു 3 കാറ്റഗറി വരുന്നുണ്ട്. നമുക്കിപ്പോൾ സിംഗിൾ ടോൺ വിത്ത് വൈറ്റ് പാക്ക്, ഓക്കെ, ഡുവൽ ടോൺ വിത്ത് വൈറ്റ് പാക്ക്. കാരണം സിംഗിൾ ടോൺ വിത്ത് വൈറ്റ് പാക്ക് എന്ന് പറയുമ്പോൾ വൈറ്റ് പാക്കിൽ ആഡ് ആവുന്ന ഒരു കാര്യമാണ് ഈ ഡോർ ക്ലാഡിങ് ആഡ് ആവും. അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഒരു വൈറ്റ് ബോർഡർ കാര്യങ്ങളും ആഡ് ആവും. അത് വൈറ്റ് പാക്കിൽ ആഡ് ആവുന്നതാണ്. നമുക്ക് കമ്പനി തന്നെ ചെയ്തു വരുന്ന വെഹിക്കിളാണ്. ഓക്കെ, ബേസിക്കലി സിട്രോൺ എന്ന് പറയുന്നത് മദർ ബ്രാൻഡ് നമ്മൾ ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ബ്രാൻഡുകളുടെ ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ വേൾഡിൽ നമ്പർ 2 പൊസിഷനിൽ നിൽക്കുന്ന സ്റ്റെല്ലാൻഡിസിന്റെ കീഴിൽ വരുന്ന ഒരു ബ്രാൻഡാണ്. സ്റ്റെല്ലാൻഡിസിന്റെ കീഴിൽ തന്നെയാണ് നമുക്ക് ഡോഡ്ജ്, അതുപോലെ തന്നെ ജീപ്പ്, ഫിയറ്റ്, അൽഫ റോമിയോ, മസറാട്ടി, ഇത്രയും ബ്രാൻഡുകൾ നമുക്ക് സ്റ്റെല്ലാൻഡിസിന്റെ കീഴിൽ അണിനിരക്കുന്നുണ്ട്. അതിന്റെ കൂടെ സിട്രോണും വരുന്നുണ്ട്. സിട്രോൺ ഇപ്പോൾ ലോഞ്ച് ആയെന്നുള്ളൂ ഇന്ത്യയിൽ. യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ സെല് ചെയ്യുന്ന ബ്രാൻഡ്സിൽ ഒന്നാണ് സിട്രോൺ. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഫ്രാൻസിൽ ഗവൺമെന്റ് ഒഫീഷ്യൽസ് വരെ യൂസ് ചെയ്യുന്ന വെഹിക്കിളാണ് സിട്രോൺ. ഓക്കെ, കാരണം അവിടെയൊക്കെ കൂടുതൽ ആളുകളും യാത്ര കംഫേർട്ടിന് പ്രയോറിറ്റി കൊടുക്കുന്ന ആളുകളാണ്. അവർ ലോങ് ഡ്രൈവും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ അതാണ് നമുക്ക് സിട്രോണും മെയിനായിട്ട് പ്രയോറിറ്റി കൊടുക്കുന്നത്. കാരണം നമുക്ക് ഈ C3 എയർക്രോസിൽ തന്നെ ഫ്ലൈയിങ് കാർപ്പറ്റ് ഫീലിംഗ് സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഓരോ ഗട്ടർ ചാടുമ്പോഴും കൂടുതലും നമുക്ക് കുറച്ചും കൂടി കംഫർട്ടായിരിക്കും. നമുക്ക് ലോങ് ഡ്രൈവ് പോകുമ്പോൾ ഓരോ കുലുക്കോ കാര്യങ്ങളൊന്നും അറിയില്ല അങ്ങനെ. അപ്പോൾ സസ്പെൻഷൻ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം. കാരണം ഇവർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, റോൾസ് റോയ്സ് 2018 വരെ യൂസ് ചെയ്തുകൊണ്ടുന്ന സസ്പെൻഷനാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. റോൾസ് റോയ്സിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സിട്രോൺ ആണ് സസ്പെൻഷൻ കൊടുത്തിരുന്നത് റോൾസ് റോയ്സ്. 2018 വരെ സിട്രോണിൻ്റെ സസ്പെൻഷൻ ആയിരുന്നു റോൾസ് റോയ്സ് യൂസ് ചെയ്തിരുന്നത്. ഏതായാലും SUV എന്ന് പറഞ്ഞു, അതേപോലെ തന്നെ സസ്പെൻഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ വീൽ ബേസ്, ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ, ഇതിൻ്റെ വീൽ ബേസ് വരുന്നത് 2671 mm വീൽ ബേസ് വരുന്നുണ്ട്. ഈ സെഗ്മെന്റ് തന്നെ അത്യാവശ്യം വീൽ ബേസ് കൂടിയ വെഹിക്കിളാണ് C3 എയർക്രൂസ്. കാരണം ഇതിൻ്റെ 5 സീറ്റർ ആകുമ്പോൾ അത്യാവശ്യം നല്ല വീൽ ബേസ് നമുക്ക് വരുന്നുണ്ട്. വീൽ ബേസ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട് വീലിൻ്റെ സെൻറ്റർ തൊട്ട് ബാക്ക് വീലിൻ്റെ സെൻറ്റർ വരെയുള്ള ഒരു ലെങ്ത്തിനാണ് വീൽ ബേസ് എന്ന് പറയുന്നത്. വണ്ടിയുടെ ടോട്ടൽ ലെങ്ത് വ്യത്യാസം ഉണ്ടാവും. ഈ രണ്ട് സെൻറ്റേഴ്സ് തമ്മിലുള്ള വ്യത്യാസമാണ് അത് വീൽ ബേസ്. നമുക്ക് 17 ഇഞ്ചിൻ്റെ അലോയ് വീലാണ് വരുന്നത്. 17 ഇഞ്ച് അലോയ്സ് ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് എത്ര വരും? 200 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. 200 mm ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഇപ്പോൾ നാട്ടിൽ നിൽക്കുന്ന SUVസിൽ അത്യാവശ്യം വീൽ ബേസും ഗ്രൗണ്ട് ക്ലിയറൻസും വരുന്ന ഒരു വെഹിക്കിൾ തന്നെയാണ്. ഓക്കെ, കാരണം നമുക്ക് വെഹിക്കിളിൻ്റെ വിടുത്തും ലെങ്ത്തും നോക്കിയിട്ട് നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് ഫിക്സ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ വണ്ടിയുടെ സ്റ്റെബിലിറ്റി കാര്യത്തിനൊക്കെ മാറ്റം വരും. ഇതിൻ്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ വരുന്നത് എങ്ങനെയാണ്? BYDയുടെ ഇതാന്ന് കേട്ടത്. ഇതിന്റെ EC3 എന്ന് പറഞ്ഞൊരു മോഡൽ ഉണ്ട് നമുക്ക്, ഇലക്ട്രിക്. അതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് BYDയുടെ ബാറ്ററി മോട്ടറാണ്. ഇതിൽ തന്നെ ഇലക്ട്രിക് നിങ്ങളുടെ ഇപ്പോൾ ഉള്ള 3 മോഡൽസിനും ഇലക്ട്രിക് ഉണ്ടോ? ഇല്ല, നമുക്ക് C3 മാത്രമേ ഇലക്ട്രിക് അവൈലബിൾ ആയിട്ടുള്ളൂ. C3 മാത്രമല്ല, ഇതിൽ വന്നിട്ടില്ല. ഇതിൽ നമുക്ക് ടർബോ എഞ്ചിൻ മാത്രമേ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ച് നിങ്ങൾ ഇങ്ങനത്തെ ഒരു 7 സീറ്റർ എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ഡിസ്കൗണ്ട് വരുന്നുണ്ടോ? ഇതിൽ നമുക്കൊരു 1.5 ലാഖിൻ്റെ അടുത്ത് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോക്കാം. ഇങ്ങനത്തെ ഒരു ബ്രാൻഡ് മോഡൽ നിങ്ങൾ തപ്പി നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചിട്ട് പോകാം അല്ലേ? ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുത്തിട്ട് കംഫർട്ടൊക്കെ നോക്കിയിട്ട് ഒന്ന് പോവാം. അപ്പോൾ ഈ ഒരു മോഡലിലെ വിശേഷം അത്രയേ ഉള്ളൂ. താങ്ക്സ്. നമ്മൾ ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡ്രൈവ് ആണ്, ഇവരുടെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. കാരണം വീഡിയോയിലുടനീളം സസ്പെൻഷനാണ് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്തത്. പിന്നെ ഡ്രൈവിംഗ് കംഫർട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കണം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള മോഡൽ C3 എയർക്രൂസ് ആണ്. എയർക്രൂസിന്റെ 1.2 ലിറ്റർ ടർബോ എഞ്ചിൻ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ്. ഇത് 5 സീറ്റർ ആണ്. നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് 7 സീറ്റർ ആയിരുന്നു. ഇത് 5 സീറ്റർ വാഹനമാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് നോക്കാം. അപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയപ്പോൾ, ബ്രേക്കിട്ട് നിർത്തിയപ്പോൾ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് അസിസ്റ്റ് ചെയ്തതിലുണ്ട്. ബ്രേക്കിൽ നിന്ന് കാർ എടുത്തപ്പോൾ ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ടായി.
ടർബോ നല്ല പിടുത്താണ്, പറക്കുന്നുണ്ട്. ഇതിൽ ഓട്ടോമാറ്റിക് തന്നെ ടോർക്ക് കൺവെർട്ടർ ആണെങ്കിൽ കൂടെ നമുക്ക് ഗിയർ ജസ്റ്റ് കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാൻ നേരത്തെ ഫസ്റ്റ് എടുത്ത് ഓടിയപ്പോൾ ടർബോയിൽ നല്ല പിടുത്തായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് വേണ്ട ഗിയർ കൂട്ടി കൊടുത്താൽ വണ്ടി ഒന്നുകൂടെ ഫ്രീ ആവും. ഇനി നമ്മളിത് സസ്പെൻഷൻ പരീക്ഷിക്കാൻ പോവാണ്. മൊത്തം കൊണ്ട് കുഴിയാണ് റോഡ്. ഇതാ വന്ദേ ഭാരത് അതാ പോകുന്നത്. കാണാത്തവരുണ്ടോ? ആരും ഉണ്ടാവില്ലല്ലേ കാണാത്ത. വന്ദേ ഭാരത് ചേസ് ചെയ്താലോ ഇതും കൊണ്ട്. ടർബോ വന്ദേ ഭാരതം കത്തി. നമ്മള് ശരിയായ കുഴിയിലേക്ക് ഇറങ്ങാൻ പോവാണ്. നമ്മളെ കട്ടറോട് ഒരു പ്രാവശ്യം ഓടിച്ചിരുന്നു. വണ്ടിയിലെ സസ്പെൻഷൻ മാത്രമല്ല, നമ്മുടെ ക്യാമറക്ക് അത്യാവശ്യം സ്റ്റെബിലിറ്റി ഉണ്ട് അല്ലേ? വലിയ രീതിയിൽ അറിയില്ല കേട്ടോ. നമ്മുടെ റോൾസ് റോയ്സിന് ഇവര് കൊടുത്തിട്ടുണ്ട്, സംഭവം സത്യമാണ്. പക്ഷെ അതിന്റെ പ്യൂർ സസ്പെൻഷൻ അല്ല ഇതിൽ വരുന്നത്. എന്തായാലും വലിയ കുഴപ്പമില്ല. നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമ്മള് ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡ്രൈവ് അടിച്ചു. എന്തായാലും വണ്ടിയുടെ പവറും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അതേപോലെ തന്നെ മാനുവൽ മോഡിലിട്ട് നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്ത് ഓടിക്കാൻ പറ്റും. അതായത് പ്ലസ് മൈനസ് അങ്ങനെ ഓടിക്കാൻ പറ്റുന്നുണ്ട്. യാത്ര സുഖമുണ്ട്. എങ്ങനെയുണ്ട് സീറ്റിൽ ഇരുന്നിട്ട്? കോ ഡ്രൈവറിൽ സുഖമാണോ? അടിപൊളി. ഓക്കെ. പുറകിലത്തെ സീറ്റിൽ രണ്ടുപേരുണ്ട്. നമ്മുടെ സിട്രോണിന്റെ സ്റ്റാഫാണ്. എങ്ങനെയുണ്ട് ബ്രോ? അടിപൊളി. അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്ന് ഓടിച്ചു നോക്കുക, ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കുക. പവർ ഉണ്ട് കേട്ടോ. ആ ടർബോ പിടിക്കുന്നത് പെട്ടെന്ന് കയറുന്ന അറിയുന്നില്ല നമ്മളങ്ങനെ സിട്രോണിന്റെ ലാസ്റ്റ് മോഡലിലേക്ക് എത്തിയിരിക്കുകയാണ്. സിട്രോൺ C3 EVയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽ പറഞ്ഞുതരാൻ കൂടെ പേരെന്താ? നീനു. സ്വാഗതം. താങ്ക് യു. ഇത് സിട്രോൺ C3യുടെ ഇലക്ട്രിക് വാഹനമാണ്. എപ്പോഴാണ് ലോഞ്ച് ആയത്? കഴിഞ്ഞ മാർച്ചിലാണ് നമുക്ക് EV ലോഞ്ച് ആയിട്ടുള്ളത്. മാർച്ചല്ല? അതെ. ഓക്കെ, പറഞ്ഞോളൂ. എങ്ങനെയാണ് ഇതിന്റെ? നമ്മളൊരു EV ഫസ്റ്റ് ടൈമാണ് സിട്രോണിലേക്ക് നമുക്ക് EV ഇൻട്രൊഡ്യൂസ് ആവുന്നത്. നമ്മൾ ആ കഴിഞ്ഞ മാർച്ച് തൊട്ടിട്ട് നമുക്ക് ഈ ഒരു മന്ത് വരെ അല്ലെങ്കിൽ ഈ ഒരു വർഷം വരെ വരികയാണെങ്കിൽ നമ്മൾ വിചാരിച്ചതിൽ അപ്പുറത്തേക്ക് അതിൻ്റെ ഒരു മാർക്കറ്റ് നന്നായിട്ട് നല്ലൊരു സെയില് വന്നിട്ടുണ്ട്. അതെ, കാരണം ഇപ്പോഴും നമ്മൾ ഇലക്ട്രിക് വെഹിക്കിളിന് നല്ല ഡിമാൻഡും കാര്യങ്ങളും ഉണ്ട്. 2.5 മാസം ബുക്കിംഗ് ടൈമാണ്. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ പറയേണ്ടത് EVന്റെ ഒരു ഈസി ആയിട്ടുള്ള ഒരു ഡ്രൈവ് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യാം. അപ്പം അതിൽ നിന്നാണ് നമുക്ക് കൂടുതലും കസ്റ്റമറെ ഒന്ന് ഇംപ്രസ് ചെയ്തിട്ട് ആ വെഹിക്കിളിൻ്റെ സസ്പെൻഷനും അതുപോലെ ഡ്രൈവിംഗ് കംഫർട്ടും കാര്യങ്ങളും കസ്റ്റമറിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. ഓക്കെ, നിങ്ങളിപ്പോൾ എടുത്ത കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് എങ്ങനെയുണ്ട്? നല്ല ഫീഡ്ബാക്ക് ആണ്. ഓൾമോസ്റ്റ് നമ്മളൊരു 99% കസ്റ്റമേഴ്സും വളരെ സാറ്റിസ്ഫൈഡ് ആണ്. നമ്മളിപ്പോൾ ഒരു EV പർച്ചേസ് ചെയ്യുന്നത് മെയിനായിട്ട് അതിൻ്റെ റേഞ്ച് കാര്യങ്ങൾ പക്ക കിട്ടണം. അത് നമ്മൾ 100% കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണ്. എത്ര പറയുന്നുണ്ട് നമ്മളൊരു ഫുൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ? എത്ര റേഞ്ച് വരെ മൈലേജ്? 320 കിലോമീറ്റർ ആണ് ഒരു സിംഗിൾ ചാർജിൽ നമ്മൾ പറയുന്ന ഒരു റേഞ്ച്. അതിലൊരു 250 to 280 വരെ നമുക്ക് കസ്റ്റമർ പക്ക നമുക്ക് ആ റേഞ്ച് കാര്യങ്ങൾ കസ്റ്റമേഴ്സിന് കിട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ, 280 വരെയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഫുൾ ചാർജ് ആവാൻ എത്ര ടൈം എടുക്കുന്നുണ്ട്? ഫാസ്റ്റ് ചാർജിങ് ചെയ്യുകയാണെങ്കിൽ 57 മിനിറ്റ് കൊണ്ട് നമുക്ക് ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. നോർമലി നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ 9 to 10 ഹവേഴ്സ് എടുത്തിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു രാത്രിയൊക്കെ പോയിട്ട് ഒന്ന് ചാർജ് ചെയ്യാൻ ഫ്രീ ആയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് മൊബൈലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്ലഗ് ചെയ്യുക. ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവുന്ന ഓപ്ഷനാണ് വരുന്നത്. ഓക്കെ, ഈ ഒരു ഫെൻഡറിന്റെ ഭാഗത്തായിട്ടാണ് പോയിന്റ് ചാർജിങ്ങിന്റെ സോക്കറ്റ് കാര്യങ്ങളൊക്കെ സോക്കറ്റ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 5 സീറ്റർ ഹാഷ് ബാക്ക് നമ്മൾ തുടക്കത്തിൽ പെട്രോൾ വാഹനം കാണിച്ചിരുന്നു. സെയിം അതിന്റെ ഇലക്ട്രിക് തന്നെയാണിത്. ഇതിന്റെ ഇപ്പോൾ ബാക്കി സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ സെയിം തന്നെയല്ലേ ഇതിൽ യൂസ് ചെയ്യുന്നത്? അതെ, ഇതിലേക്ക് ആകുമ്പോൾ കുറച്ചുകൂടി പിന്നെ EV എപ്പോഴും ഓട്ടോമാറ്റിക്കലാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ പ്ലസ് അതിൻ്റെ കൂടെ ഒരു സസ്പെൻഷനും കൂടി വരുന്ന സമയത്ത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് പെർഫോമൻസ് വൈസ് പറയാനുള്ളത്. ഓക്കെ, പിന്നെ ഇതിലൊരു നമ്മളെ ബാറ്ററി പാക്കേജിൻ്റെ കാര്യമാണ് ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളത്. BYDൻ്റെ അതായത് BYD പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിൻ്റെ സെയിം ബാറ്ററി പാക്കേജാണ് നമ്മൾ ഇതിലും വരുന്നത്. മോട്ടറും അതെ. പിന്നെ നമ്മൾ ടെസ്ല പോലത്തെ വെഹിക്കിളിൽ വരെ നമ്മൾ വരുന്ന ബാറ്ററിയാണ് നമുക്ക് സിട്രോണിൻ്റെ ഇലക്ട്രിക് വെഹിക്കിളിലും വരുന്നത്. BYD എന്ന് വെച്ചാൽ ഇന്ന് അതായത് ഒരുപാട് ഇലക്ട്രിക് വെഹിക്കിൾ കൊണ്ടുവരുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ യൂസ് ചെയ്തുകൊണ്ടുവന്ന അവരുടെ ബാറ്ററിയാണ്.
അതെ BYD ബാറ്ററി ബാറ്ററിയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തത്. അതാണ് നമുക്ക് ഏറ്റവും പറയാനുള്ള ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള പോയിന്റ്. ഓക്കെ, ബാക്കി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ സെയിം ആയിട്ട് വരുന്നത്, ബേസിക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും തന്നെ വരുന്നുണ്ട്. കാരണം 3 വേരിയന്റിലാണ് വെഹിക്കിൾ വരുന്നത്. ലിവ്, ഫീല്, ഷൈൻ എന്ന് പറഞ്ഞിട്ട്. ഷൈൻ എന്നുള്ള വേരിയന്റ് ഇപ്പം റീസെന്റ് അപ്ഗ്രേഡ് ചെയ്ത് വന്ന വെഹിക്കിളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരു ബേസ് വേരിയന്റ് തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. സെക്കൻഡ് വേരിയന്റ് ഓൺവേർഡ്സ് നമ്മൾ ഇൻഫോർടൈൻമെന്റ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫുൾ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് എക്സ്റ്റീരിയർ ഉള്ള ചേഞ്ചസ് മാത്രമേ വരുന്നുള്ളൂ. അലോയ് വീല്, വൈപ്പർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇന്റീരിയർ ഏകദേശം എല്ലാ ഫീച്ചേഴ്സും സെക്കൻഡ് ഓപ്ഷനിൽ തന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ട് എല്ലാ ഫീച്ചേഴ്സും. പിന്നെ പ്രൈസിങ്ങും അതെ, ഒരു 14,40,000 നമുക്ക് മിഡ് വേരിയന്റിന്റെ പ്രൈസിങ് വരുന്നത്. സ്റ്റാർട്ടിംഗ് ടു ടോപ്പ് എത്ര ഉണ്ട്? ഒരു 13.10 നമുക്ക് പ്രൈസ് ഓൺ റോഡ് പ്രൈസ് ടു ഒരു 14,80,000 നമുക്ക് ഫുൾ ഓപ്ഷനിലേക്ക് നമുക്ക് പ്രൈസിങ് വരും. അപ്പോൾ ഒരു 15 ലക്ഷത്തിൻ്റെ അകത്തായിട്ട് 16,80,000 വരെയാണ് ടോപ്പ് എൻ്റെ മോഡലിന്. EV ആണ്, നോർമൽ അല്ല, EVയുടെ പ്രൈസ് റേഞ്ചാണ്. അപ്പോൾ നിങ്ങളൊരു ഇപ്പോൾ ചെറിയൊരു ഹാച്ച് ബാക്ക്, ഇപ്പോൾ ടാറ്റ ടിയാഗോ അങ്ങനത്തെ ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ, അതുമല്ല ഒരു കോമ്പാക്ട് SUV സെഗ്മെൻറ്റുമാണ്. അപ്പോൾ ഒരു പഞ്ചിൻ്റെ ഒക്കെ ലെവൽ നോക്കണം. പഞ്ച് ഇപ്പോൾ പുതിയ ഇറങ്ങിയ പഞ്ചൊക്കെ വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ, വാങ്ങാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ഇതും കൂടെ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് ഇതിൻ്റെ ഫീലും കൂടെ ഒന്ന് അനുഭവിച്ചിട്ട്. നമ്മളിപ്പോൾ പഞ്ച് കുറച്ച് ഫുള്ളി പാക്ഡ് ആയിട്ടാണ് വന്നത്, കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് വന്നത്. പക്ഷേ നമ്മളെ സിട്രോണിൻ്റെ ഈ ഇലക്ട്രിക് വെഹിക്കിൾ എന്തായാലും ഡ്രൈവ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ വണ്ടി കൂടി നോക്കിയാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന നമ്മളെ വെഹിക്കിളിൻ്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി സൈഡ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഡ്രൈവിംഗ് കംഫർട്ടും നല്ല സസ്പെൻഷനും കാര്യങ്ങളാണ്. ഫീച്ചേഴ്സ് വൈസ് കമ്പയർ ചെയ്യുമ്പം കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. നമ്മളിൽ ഫീച്ചേഴ്സ് കുറച്ച് കുറവാണെങ്കിൽ അത് മൊത്തം കോമ്പൻസേറ്റ് ആവുന്നത് നമ്മളെ ഡ്രൈവിലൂടെയാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾ എന്തായാലും വന്നിട്ട് ഒന്ന് ഡ്രൈവ് ചെയ്ത് ആ ഒരു ഫീലൊന്ന് നോക്കുക എങ്ങനെയുണ്ടെന്ന്, എന്നിട്ട് നിങ്ങൾ എടുക്കാം ആവശ്യമുള്ളത്. ഓക്കെ, നമ്മൾ സർവീസിൻ്റെ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ സർവീസിൽ നമ്മുടെ കൂടെ സർവീസ് മാനേജർ അനിൽ. ഓക്കെ, അനിൽ എന്നുള്ള പേര്. സ്വാഗതം. ഇതിൻ്റെ സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണം എങ്ങനെയാണെന്നുള്ളത്. നമ്മളിപ്പോൾ 3 മോഡലാണ് പരിചയപ്പെട്ടത്. C3 പെട്രോൾ പരിചയപ്പെട്ടു, അതേപോലെ തന്നെ 7 സീറ്റർ, പിന്നെ ഇലക്ട്രിക്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഒരു സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? C3യുടെ 3 സർവീസാണ് ഫ്രീ ആയിട്ടുണ്ടാകുക. ആദ്യത്തെ 3 സർവീസ് ഫ്രീ സർവീസാണ്. 2,000, 10,000, 20,000. ഓക്കെ, 2000ൻ്റെ സർവീസ് നമുക്ക് വരുന്നത് 2 മാസത്തിന് ശേഷമാണ്. അതിൽ ജനറൽ ചെക്കപ്പ് ആണുള്ളത്, അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. അത് എത്ര കിലോമീറ്റർ? അല്ലെങ്കിൽ 2 മാസം അല്ലെങ്കിൽ 2,000 കിലോമീറ്റർ. 2,000 ഏതാദ്യം വരുന്നോ അത്? അതെ. ഓക്കെ, പിന്നെ 10,000, 20,000. യെസ്. ഓക്കെ, 10,000 നമുക്ക് വരിക അതിന്റെ ഓയിൽ ഫിൽറ്ററും ഓയിലും മാറും, AC ഫിൽറ്ററും മാറും. അത് അപ്രോക്സിമേറ്റ്ലി 3,500 rupees ആണ്. അപ്പൊ നമ്മുടെ ഏറ്റവും ചീപ്പസ്റ്റ് മെയിൻ്റനൻസ് ആണ് നമുക്കുള്ളത്. 20 ഏകദേശം അത് തന്നെയല്ലേ വരും? 20 നമുക്ക് എയർ ഫിൽറ്ററും കൂടെ മാറും. ഒരു 500, അറൌണ്ട് 500, 4,000 ആവും. അത് C3യുടെ. C3. ഓക്കെ, നമ്മൾ 7 സീറ്ററിലേക്ക് വരുമ്പോൾ എയർ ക്രോസിലേക്ക് വരുമ്പം അത് ഏകദേശം സെയിം ആണ്. ഒരു 5,000 കൂടെ, അല്ല 500 കൂടെയാണ് അത് കൂടി വരിക. ഏകദേശം ഏകദേശം സെയിം തന്നെ. പിന്നെ അറിയേണ്ടത് EV ആണ്. EV എന്ന് വെച്ചാൽ നമുക്ക് പലർക്കും അറിയില്ല EVയുടെ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്. അതെങ്ങനെയാന്ന് പറഞ്ഞു. EVയുടെ നമ്മുടെ ഷെഡ്യൂൾ സെയിം ആണ്. ഫസ്റ്റ് സർവീസ് 2 months ഓർ 2,000 kilometer. Second service 10,000 or 1 year. Okay. Third service 2 year or 20,000. എന്താ വരുന്നത് ഈ സർവീസ് എന്ന് പറയുമ്പോൾ? EVയിൽ എന്താണ്? EVയിൽ നമുക്ക് സർവീസ് എന്ന് പറയുമ്പോൾ AC ഫിൽറ്റർ മാറണം. അതാണ് മെയിൻ ആയിട്ട് മാറേണ്ട ഒരു ഫിൽറ്റർ. പിന്നെ നമുക്ക് ബ്രേക്ക് ഓയിൽ 20,000 മാറണം. അങ്ങനത്തെ സർവീസ് വളരെ കോസ്റ്റ് വളരെ വരുന്നുണ്ടോ അതിനെ മാത്രം? അതെ. AC സംബന്ധിക്കുകയാണ് അത്, ബ്രേക്കിനെ സംബന്ധിച്ച് അത്, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി ഇലക്ട്രിക് ആയിട്ട് വരുന്ന നമുക്ക് അതിന്റെ മെയിൻ്റനൻസ് ഒന്നും വരില്ല. ചെക്കപ്പ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ആ ചെക്കപ്പ് നമ്മൾ ജസ്റ്റ് അത് ചെക്ക് ചെയ്യാന്നേ ഉള്ളൂ. അതിന് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇതില്ല, ഒന്നും ചെയ്യാനില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് സിട്രോണിന്റെ കംപ്ലീറ്റ് സ്റ്റാഫാണ്. അപ്പോൾ ഇവരാണ് നിങ്ങളെ സ്വീകരിക്കാൻ ഇവിടെ ഉണ്ടാവുക. പറഞ്ഞോളൂ. എല്ലാവർക്കും ഷോറൂമിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും വന്നൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സാറിൻ്റെ പേര്? എൻ്റെ പേര് സുമന്ത്. ഓക്കെ, ഷോറൂം കാലിക്കറ്റ് പുതിയങ്ങാടി ബ്രാഞ്ചിലാണ് ഇവിടെ. ഓക്കെ, നമുക്ക് ഓൾ കേരള 3 ഡീലർഷിപ്പാണുള്ളത്. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് കൊച്ചിയിലായിരുന്നു. പിന്നീട് കാലിക്കറ്റിലാണ് വന്നത്. തേർഡ് ട്രിവാൻഡ്രമാണ്. ഇപ്പം നമ്മളിപ്പം മോർ ദൻ 150 വെഹിക്കിളിൻ്റെ അടുത്ത് നമ്മൾ മന്ത്ലി സെയിൽ ചെയ്യുന്നുണ്ട്. 3 ഡീലർഷിപ്പും കൂടി. ഇത് റീസെൻ്റ്ലി
സ്റ്റാർട്ട് ചെയ്തതാണ്. ഇത് 1 ഇയർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ന്യൂ ബോൺ ബേബിയാണ് ഇന്ത്യയിൽ, പക്ഷേ ഇന്റർനാഷണൽ ബ്രാൻഡഡ് ആണ്. 1990 സ്റ്റാർട്ട് ചെയ്തതാണ് സിട്രോണറിന്. ഇപ്പം നമ്മളതിനെ പിച്ച വെച്ച് വളർത്തിക്കൊണ്ട് നിൽക്കുകയാണ്. എല്ലാവരും സപ്പോർട്ടും, എല്ലാവരും ഷോറൂമിൽ വരിക, ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക, എല്ലാ സപ്പോർട്ടും വേണം. അത്രയേ ഉള്ളൂ. എല്ലാവർക്കും നന്ദി. ബൈ.